അതിരാവിലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നല്ലൊരു വാർത്തയാണ് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനോട് ഉടക്കും, എന്നാൽ ആർലേക്കറോടൊപ്പം നടക്കും. അതാണ് സഖാവ് പിണറായി വിജയൻ. ഗവർണർ എന്ന വിഭാഗത്തോട് വെറുപ്പുള്ള മുഖ്യമന്ത്രി അല്ല താൻ എന്ന് പിണറായി വിജയൻ തെളിയിക്കുകയാണ്. ഗവർണർമാരെ ബഹുമാനിക്കേണ്ട രീതിയൊക്കെ തനിക്കറിയാം, പക്ഷേ ഇങ്ങോട്ട് കളിച്ചാൽ 100 മടങ്ങ് തിരിച്ചു കാണിക്കുകയും ചെയ്യും. അതാണ് മുഖ്യന്റെ ശൈലി. എന്തായാലും പുതിയ ഗവർണറുമായി കശപിശയ്ക്ക് താനില്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ്. പുതിയ ഗവർണർ ആർലേക്കറുമായി നല്ലൊരു തുടക്കം. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനുമായും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് എപ്പോഴും ആണ് കാറ്റ് മാറി വീശിയത്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരിഫ് മുഹമ്മദ് ഖാനുമായി പോരിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി പുതിയ ഗവർണർ ആർലേക്കറുമായി സൗഹൃദ സംഭാഷണം നടത്തി. ഭാര്യ കമല കൂടെ ഉണ്ടായിരുന്നു. വൈകിട്ട് 6:30യോടെയാണ് എത്തിയത്. 25 മിനിറ്റ് ഗവർണർക്കൊപ്പം ചിലവിട്ടു. രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രിയുടെ കമന്റ്. ഇങ്ങനെ മുഖ്യമന്ത്രി കമന്റ് പറഞ്ഞപ്പോൾ എന്നാൽ എന്നും രാവിലെ പ്രഭാത സവാരിക്ക് ഇങ്ങ് പോന്നേരെ എന്ന് മുഖ്യമന്ത്രിയെ ഗവർണർ ക്ഷണിക്കുകയും ചെയ്തു. നടക്കാൻ താനും കൂടാം എന്ന് ഗവർണർ പറഞ്ഞു. എന്നാൽ ഇതിന് മുഖ്യമന്ത്രി മറുപടി ഒന്നും പറഞ്ഞില്ല. ഒന്ന് ചിരിച്ചു. പൂച്ചെണ്ടും കഥകളി രൂപവും നൽകിയാണ് മുഖ്യമന്ത്രിയും ഭാര്യയും ഗവർണർ സ്വീകരിച്ചത്. സാരിയും സുഗന്ധവ്യഞ്ജനങ്ങളും അടക്കം മുഖ്യമന്ത്രിയും കൈമാറി. തികച്ചും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലായിരുന്നു കൂടിക്കാഴ്ച. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ നടത്തുന്ന അറ്റ് ഹോം സൽക്കാര പരിപാടിയിലേക്ക് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. പരിപാടിക്ക് 800 പേരെ ക്ഷണിക്കും. ചടങ്ങിന്റെ ചിലവിനായി 20 ലക്ഷം രൂപ സർക്കാർ നൽകും. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി ആദ്യ വർഷങ്ങളിൽ വളരെ സൗഹാർദ്ദപരമായാണ് നീങ്ങിയത്. രണ്ടുപേരും ചേർന്ന് കേക്ക് മുറിക്കുകയും മുഖ്യമന്ത്രിക്ക് കാശ്മീരിലെ വിലയേറിയ കുങ്കുമപ്പൂവിട്ട ചായപ്പൊടി ഖാൻ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബന്ധം മോശമായതോടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുമായിരുന്നില്ല. ഒരേ വേദിയിൽ മുഖാമുഖം നോക്കുന്നത് ഒഴിവാക്കി ഒരക്ഷരം മിണ്ടാതെയും ഇരുവരും മുഖം വീർപ്പിച്ചിരുന്നു. ഖാൻ യാത്രയപ്പ് പോലും നൽകിയില്ല. മുഖ്യമന്ത്രി വിമർശിച്ച് ഖാൻ രാജ്ഭവനിൽ വാർത്താസമ്മേളനം നടത്തുക പോലും ഉണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരെ പല കുറി തെരുവിലിറങ്ങിയ ഗവർണർ അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. SFI പ്രതിഷേധത്തെ നേരിടാൻ അദ്ദേഹം തെരുവിലിറങ്ങി. തനിക്ക് സർക്കാർ സുരക്ഷ നൽകുന്നില്ല എന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കി. സർവകലാശാലയുടെ അധികാരം സംബന്ധിച്ച് സർക്കാരുമായി നിയമ പോരാട്ടം നടത്തി. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലം കേരള ഭരണ ചരിത്രത്തിലെ യുദ്ധപർവമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. കാർഷിക സമരത്തിന്റെ കാര്യത്തിലും പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും ഗവർണർ കേന്ദ്രത്തിന്റെ വക്താവ് എന്ന രീതിയിൽ പരസ്യമായി പ്രതികരിച്ചിരുന്നു. ഇതിൽ രണ്ടിലും പ്രതിപക്ഷം സർക്കാർ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയം കൊണ്ടുവരണം എന്ന ആവശ്യം പോലും പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. എന്നാൽ ലോകായുക്ത നിയമത്തിലെ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷവും ഗവർണറും ഒരേ നിലപാടുകാരായിരുന്നു. സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം, സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിശ്ചയിക്കൽ, ഇതേ തുടർന്നുണ്ടായ SFI പ്രതിഷേധം, ബില്ലുകൾ പിടിച്ചുവെക്കൽ, ഇതൊക്കെ വന്നതോടെ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം പോർമുഖത്തേക്ക് ഇറങ്ങി. ഗവർണറെ വഴിയിൽ തടയുമെന്നും സർവകലാശാലയിൽ കയറ്റില്ല എന്നുമുള്ള SFIയുടെ പ്രഖ്യാപനത്തെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ താമസിച്ചും മിഠായി തെരുവിലൂടെ നടന്നുമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിച്ചത്. തന്നെ കൊല്ലാൻ ശ്രമം നടന്നു എന്ന രീതിയിൽ DGPയോട് പരാതി ഉന്നയിച്ചു. കേന്ദ്ര സേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ട് അത് ഉറപ്പാക്കി. സർക്കാർ നിയോഗിച്ച വൈസ് ചാൻസലർമാരെ പിരിച്ചുവിട്ടു. ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് പുതിയ VC-മാരെ നിയമിച്ചു. അങ്ങനെ അവസാനം വരെ സർക്കാരുമായി ഗവർണർ യുദ്ധം ചെയ്യുകയായിരുന്നു. ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കുന്നത് ഗവർണർ പതിവാക്കിയതോടെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇതിൽ അനനയ നീക്കമാണ് ഗവർണർ സ്വീകരിച്ചത്. ധനമന്ത്രിയോടുള്ള പ്രീതി പിൻവലിച്ചത്, മന്ത്രിമാർ രാജ്ഭവനിലേക്ക് വരണ്ട എന്ന് വിലക്കിയത്, ഇങ്ങനെ അസാധാരണ രീതിയും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാൻ വീണ്ടും മന്ത്രിയാകുന്നതിലെ അതൃപ്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയോട് ഒരക്ഷരം മിണ്ടാതെയാണ് ഗവർണർ പ്രകടിപ്പിച്ചത്. സെപ്റ്റംബർ 5-നാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞത്. കാവൽ ഗവർണറാണ് എന്ന് CPM പരിഹസിച്ചപ്പോഴും അദ്ദേഹം പോർവീര്യം കുറച്ചിരുന്നില്ല. മോദിയുമായും BJP കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ള ആർലേക്കർ കറകളഞ്ഞ RSSകാരനാണ്. ഗോവയിൽ നീണ്ടകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അദ്ദേഹം 1989 മുതലാണ് BJPയിൽ സജീവമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഗോവയിൽ BJPയുടെ ജനറൽ സെക്രട്ടറി, ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2014 മനോഹർ പരീക്കർ കേന്ദ്രമന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയെ നിയമിതനായപ്പോൾ ആർലേക്കറിനെ ഗോവ മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലക്ഷ്മികാന്ത് പർസേക്കറിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചത്. 2015 ഗോവ മന്ത്രിസഭ പുനഃസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈ മാസത്തിലാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഫെബ്രുവരിയിൽ ബീഹാറിന്റെ 29ാമത് ഗവർണറായി നിയമിതനായി. ന്യൂസ് ഡെസ്ക് കർമാനസ്.